രാവിലെ 7 മണിയായിട്ടും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നിട്ട് വിളിക്കുകയാണ്, മോളെ എണീക്ക്, നിനക്ക് സ്കൂളിൽ പോകണ്ടേ എന്ന് പറയുമ്പോൾ അച്ഛൻ വന്നിട്ട് പറയുകയാണ്, അവൾ ഉറങ്ങുകയല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരിക്കലും നടക്കാത്തൊരു സ്വപ്നമാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അവൾ ഉറങ്ങുകയല്ലേ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷിൻ്റെ മർമ്മപ്രധാനമായ ഒരുപാട് ഗ്രാമറുകൾ നമ്മൾ അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞു. ഒരുപാട് ക്ലാസ്സുകൾ, ഇന്ന് ഡേ 7 ആണ്. ഡേ 6 വരെയുള്ള ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ഈസി ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള മുൻപത്തെ വീഡിയോകൾ നിർബന്ധമായും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മുൻപത്തെ ഡേ 1 തൊട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് വളരുകയുള്ളൂ, ഇംഗ്ലീഷിനെ പച്ചവെള്ളം പോലെ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഉറങ്ങുകയാണ് എന്നെങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവൻ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവൻ ഉറങ്ങുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം മുൻപത്തെ വീഡിയോയിൽ വളരെ ഒരു മാംഗോ ജ്യൂസ് കുടിക്കുന്ന ലാഘവത്തോടെ അത്രക്കും വൃത്തിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക, കാണാത്തവർ കാണുക. അവൻ ഉറങ്ങുകയാണ്, അവൻ ഉറങ്ങുകയാണോ എന്ന ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവൻ ഉറങ്ങുകയല്ലേ, ഞാനൊരു വർക്ക് ചെയ്യുകയല്ലേ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുകയല്ലേ, അവർ പോവുകയല്ലേ, അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൾ സിനിമ കാണുകയല്ലേ എന്നൊക്കെ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആദ്യം നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞിരുന്നു. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ആദ്യം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അത് ഫിനിഷ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്ലാസ്സുകളിലും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ഫോം. ഒരു ക്വസ്റ്റ്യൻ ഫോം പഠിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ഇനി പഠിക്കുകയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ വരുമ്പോൾ ആം വന്നിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ നടക്കുന്ന കാര്യം, നൗ ഹാപ്പനിങ്, ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇപ്പോൾ ചെയ്യുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം പിന്നെ വേർബ് പ്ലസ് ING. യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ഇവിടെ ആറ് വരും, ദെൻ പ്ലസ് ING. അവൻ കളിക്കുകയാണ്, അവൻ പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ ഈ ഫോം ഉപയോഗിക്കുക. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ സംഭവം നേരെ ഇപ്പുറത്തേക്ക് വരും. കളിച്ചുകൊണ്ടിരിക്കുകയാണോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ ആം പിന്നെ ഐ. ആം ഐ ഗോയിങ്, ഞാൻ പോവുകയാണോ, ആം ഐ പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ അവർ ഉറങ്ങുകയാണ് എന്ന് പറയാൻ പഠിച്ചു, അവർ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു ഈ ഫോമിൽ. ഇനി അവർ ഉറങ്ങുകയല്ലേ, അവൻ ഉറങ്ങുകയല്ലേ, ഞാൻ ഉറങ്ങുകയല്ലേ. ഞാൻ ഉറങ്ങുകയല്ലേ എന്ന് പറയാൻ കഴിയില്ല, നമുക്ക് ഉറങ്ങുന്ന സമയം സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പോവുകയല്ലേ, ഞാൻ കാണുകയല്ലേ, ഞാൻ ഒരു സിനിമ കാണുകയല്ലേ എന്നൊക്കെ എങ്ങനെ പറയും, അത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞവയിലൊക്കെ ഐക്ക് മാറ്റമുണ്ടായിരുന്നു. ഐ ആം അല്ലെങ്കിൽ ആം ഐ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യു വി ദേ പ്ലൂറൽ വരുമ്പോൾ മാത്രമാണ് ആറ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആറിൻറ്റ് എന്നാണ്. പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആറിൻറ്റ് എന്നാണ് വരുന്നത്. ഇവിടെ ആർ പ്ലസ് നോട്ട്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ആറിൻറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി, ചെയ്യുകയല്ലേ, അവൻ ഉറങ്ങുകയല്ലേ, അവൾ പറയുകയല്ലേ, ഞാൻ പോവുകയല്ലേ എന്നൊക്കെ പറയുന്നതിന് ആറിൻറ്റ് എന്നാണ് വരിക. എന്നിട്ട് ഈ ഫോമുകൾ മാത്രം. ഹി ഷീ ഇറ്റ് വരുമ്പോൾ അത് മാറ്റമുണ്ട്, അത് പിന്നീട് പഠിക്കും. ഐ യു വി ദേ പ്ലൂരൽ വരുമ്പോൾ ആറിൻറ്റ് ആണ് വരുന്നത്. എന്നിട്ട് ഇവിടെ വേർബ് ഉപയോഗിക്കും. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്ക് ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ വേർബ് വരും പ്ലസ് ING. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛൻ വന്നിട്ട് പറയുന്നു, മാറ്, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു, ഞാനിത് ശരിയായ രീതിയിൽ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ഈ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ. ആറിൻറ്റ് എന്ന് പറയാറുണ്ട്, ആൻഡ് എന്നും പറയാറുണ്ട്. അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ ആൻഡ് ആണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആറിൻറ്റ് എന്നാണ് പൊതുവായി യൂസ് ചെയ്യുന്നത്. ആറിൻറ്റ് ഐ ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി, ഞാൻ ശരിയായ രീതിയിലല്ലേ ചെയ്യുന്നത്. ആറിൻറ്റ് ഐ ഡൂയിങ്, ഞാൻ ചെയ്യുകയല്ലേ
ഇറ്റ് പ്രോപ്പർലി, ഞാൻ ഇത് ശരിയായ രീതിയിൽ ചെയ്യുകയല്ലേ. പിന്നെന്തിനാണ് അച്ഛൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് വരുന്നത്? ആറിൻറ്റ് ഐ ഡൂയിങ്, ഞാൻ ചെയ്യുകയല്ലേ ഇറ്റ് പ്രോപ്പർലി, ഇത് ശരിയായ രീതിയിൽ ചെയ്യുകയല്ലേ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു സീരിയസ് ആയ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്നു. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ നീ എന്താ സ്വപ്നം കാണുകയാണോ എന്ന് ആ ഫ്രണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ നീ പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും? ആറിൻറ്റ് ഐ തിങ്കിങ് അബൌട്ട് ദ മാറ്റർ, ആറിൻറ്റ് ഐ തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയല്ലേ. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, തിങ്ക് പ്ലസ് ing, തിങ്കിങ്, ചിന്തിക്കുകയല്ലേ, ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആറിൻറ്റ് ഐ തിങ്കിങ്, ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അബൌട്ട് ദ മാറ്റർ, അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്, അബൌട്ട് ദ മാറ്റർ, അബൌട്ട് ദ സബ്ജക്ട്, ആ സബ്ജക്റ്റിനെ കുറിച്ച്, അബൌട്ട് ദ മാറ്റർ, മാറ്റർ എന്ന് പറഞ്ഞാൽ വിഷയം, അബൌട്ട് ദ മാറ്റർ, ആ വിഷയത്തെ കുറിച്ച്. ഈ അബൌട്ട് എന്ന വാക്കിനർത്ഥം കുറിച്ച് എന്നാണ് അർത്ഥം. അബൌട്ട് ദ മാറ്റർ, ആ മാറ്ററിനെ കുറിച്ച്. ആറിൻറ്റ് ഐ തിങ്കിങ് അബൌട്ട് ദ മാറ്റർ, ഞാൻ ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുകയല്ലേ. നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും വാ മോളെ എത്ര സമയമായി വിളിക്കുന്നത് എന്നൊക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. വാ എത്ര സമയമായി വിളിക്കുന്നു, വരൂ, ഇപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നെങ്ങനെ പറയും? ആറിൻറ്റ് ഐ ഗെറ്റിംഗ് റെഡി, ഞാൻ ഇവിടെ ഗെറ്റ് എന്ന വാക്കിനർത്ഥം ആവുക, ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഗെറ്റ് പ്ലസ് ing, അതാണ് ഗെറ്റിംഗ്. ഇവിടെ ഗെറ്റ് എന്ന പ്രസന്റ് വേർഡ് ഗെറ്റ് എന്നാണ്, പ്ലസ് ing വരുമ്പോൾ t ആയി. ഇത് ശ്രദ്ധിക്കാനുള്ളത്, ചില വേർബ്സ് അങ്ങനെയാണ്, ing വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവിങ് എന്ന് പറയുമ്പോൾ മൂവ് പ്ലസ് ing ചേർത്തിട്ട് മൂവിങ് എന്ന് പറയുമ്പോൾ ഈ കട്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗെറ്റ് പ്ലസ് ing വരുമ്പോൾ ഇവിടെ t വന്നു. ഗെറ്റിംഗ് ഇവിടെ അർത്ഥം എല്ലായ്പ്പോഴും ഗെറ്റിന്റെ അർത്ഥം ആവുക എന്നല്ല, ലഭിക്കുക എന്നൊക്കെയുള്ള വേറെ അർത്ഥങ്ങളുണ്ട്. ആറിൻറ്റ് ഐ ഗെറ്റിംഗ് റെഡി, ഞാൻ റെഡിയായി കൊണ്ടിരിക്കുകയല്ലേ എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ ബ്രദറിന്റെ റൂമിൽ നിന്ന് സിഗരറ്റിന്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ ഡോറ് തട്ടിയിട്ട് ചോദിക്കുകയാണ്, നീ എന്താ അകത്ത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നീ സ്മോക്ക് ചെയ്യുകയല്ലേ. ആറിൻറ്റ് യു സ്മോക്കിംഗ്, നീ സ്മോക്ക് ചെയ്യുകയല്ലേ, നീ സിഗരറ്റ് വലിക്കുകയല്ലേ. നിങ്ങളുടെ കൂട്ടുകാരനോട് ടീച്ചർ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്താ ടീച്ചറെ പ്രശ്നം? ടീച്ചർ ചോദിച്ചു, നീ എന്താ അവിടെ നിന്ന് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ് ടീച്ചറെ എന്ന് പറയുമ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നീ പെണ്ണ് കൊണ്ട് അവിടുന്ന് കളിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു പെണ്ണ് ഉപയോഗിച്ചിട്ട് നീ അവിടുന്ന് കളിക്കുകയല്ലേ ചെയ്യുന്നത്? ആറിൻറ്റ് യു പ്ലേയിങ് വിത്ത് എ പെൻ, ആറിൻറ്റ് യു പ്ലേയിങ്, നീ കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആറിൻറ്റ് യു പ്ലേയിങ്, നീ കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. വിത്ത് എ പെൻ, ഒരു പെൻ ഉപയോഗിച്ച്. വിത്ത് മീൻസ് ഇവിടെ കൊണ്ട് എന്നാണ് അർത്ഥം. വിത്ത് കൂടെ എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ കൊണ്ട്, വിത്ത് എ പെൻ, ഒരു പെന്ന് ഉപയോഗിച്ച്, ഈ ഒരു പെന്ന് കൊണ്ട് നീ കളിക്കുകയല്ലേ. ആറിൻറ്റ് യു പ്ലേയിങ്, നീ കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ വിത്ത് എ പെൻ, ഒരു പെന്ന് ഉപയോഗിച്ച്. രാത്രി 10 മണിയായപ്പോൾ നിങ്ങളുടെ സിസ്റ്റർ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്താലോ, എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്താലോ, എനിക്ക് വളരെ വിശക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, നമ്മൾ ഉറങ്ങാൻ പോവുകയല്ലേ. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത് വയറിന്, നമ്മുടെ ശരീരത്തിന് മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണ്, നമ്മൾ ഉറങ്ങാൻ പോവുകയല്ലേ, ഇപ്പോഴാണോ ഭക്ഷണം കഴിക്കേണ്ടത്, നമ്മൾ ഉറങ്ങാൻ പോവുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും? ആറിൻറ്റ് വി ഗോയിങ് ടു സ്ലീപ്പ്, ആറിൻറ്റ് വി ഗോയിങ്, നമ്മൾ പോവുകയല്ലേ. ഇവിടെ ഗോയിങ് ടു പോവുകയല്ലേ എന്ന് വിചാരിച്ചാൽ ഈ പോവലല്ല, നമ്മൾ കിടക്കാൻ, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്നു, ഞാനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവിടെ പോകുന്നു എന്ന് ഉപയോഗിക്കാറില്ലേ, ആ പോകുന്നു ആണ് ഈ പോകുന്നു. ആറിൻറ്റ് വി ഗോയിങ്, നമ്മൾ പോവുകയല്ലേ. ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി പോവുകയല്ലേ. ആറിൻറ്റ് വി ഗോയിങ് ടു സ്ലീപ്പ്. ലീവുള്ള ദിവസം നിങ്ങൾ അച്ഛൻ്റെ കടയിലേക്ക് പോയി. അപ്പോൾ രാത്രിയായപ്പോൾ അച്ഛൻ കട പൂട്ടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളും അച്ഛനും കൂടിയിട്ട് കട പൂട്ടാൻ വേണ്ടി പോകുമ്പോൾ ഒരു കസ്റ്റമർ കയറി വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അച്ഛാ കട പൂട്ടാൻ വേണ്ടി പോവുകയല്ലേ, കസ്റ്റമർ വന്നാൽ എങ്ങനെ ശരിയാകാം? നമ്മൾ കട പൂട്ടാൻ വേണ്ടി പോവുകയല്ലേ, നമ്മൾ ക്ലോസ് ചെയ്യുകയല്ലേ. ആറിൻറ്റ് വി ക്ലോസിങ്, നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ദ ഷോപ്പ്, നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഈ ഷോപ്പ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കസ്റ്റമർ കയറി വന്നാൽ എന്താ ചെയ്യുക?
എന്ന് നിങ്ങൾ അച്ഛനോട് ചോദിക്കുന്നു. ആറിൻറ്റ് വി ക്ലോസിങ്, നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ദ ഷോപ്പ്, നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. രാത്രി 12 മണിയായിട്ടും നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ അനിയത്തിയും കൂടിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനോട് അമ്മ പറയുന്നത് കേൾക്കുന്നു, അവർ രാവിലെ ഉണരുമെന്ന് തോന്നുന്നില്ല, രാവിലെ നേരത്തെ ഉണരുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ചോദിക്കുന്നു എന്താ പ്രശ്നം, അച്ഛൻ കാണുന്നില്ല, അച്ഛൻ കണ്ടിട്ടില്ല നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്ന അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ടും അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും? ആറിൻറ്റ് ദേ വാച്ചിങ്, അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എ മൂവി ലേറ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ നേരം വൈകിട്ടും, ലേറ്റ് അറ്റ് നൈറ്റ് നേരം വൈകിട്ടും ഒരു മൂവി അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആറിൻറ്റ് ദേ വാച്ചിങ്, അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എ മൂവി ലേറ്റ് അറ്റ് നൈറ്റ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയതാണ്, പക്ഷേ നിങ്ങളെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ മറ്റൊരു ടീച്ചർ വന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറയുന്നു, നിങ്ങളുടെ സ്റ്റുഡൻസ് അല്ലേ കളിക്കുന്നത്, അവിടുന്ന് കളിക്കുന്നത്. അന്നേരം നിങ്ങൾ ആ സാറ് ചോദിക്കുക, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ചോദിക്കുകയാണ്, എൻ്റെ സ്റ്റുഡൻസ് പഠിക്കുകയല്ലേ, എൻ്റെ സ്റ്റുഡൻസ് അവിടുന്ന് പഠിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും? ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ്, കുട്ടികൾ എന്നാണ് വന്നത്. അപ്പോൾ പ്ലൂരൽ വരുമ്പോൾ ആറിൻ്റ് ആണ് വരിക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആറിൻ്റ് മൈ സ്റ്റുഡൻസ്, ഇവിടെ മൈ എന്ന വാക്ക് ഉപയോഗിച്ചത് എൻ്റെ. ആ ടീച്ചർ, ക്ലാസ് ടീച്ചർ പാവം, നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുകയാണ്, എൻ്റെ കുട്ടികൾ, ആറിൻ്റ് മൈ സ്റ്റുഡൻസ്, എൻ്റെ കുട്ടികൾ സ്റ്റഡിയിങ്, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ സാറിന് അത്രക്കും വിശ്വാസമാണ്, പക്ഷെ നിങ്ങൾ കളിക്കാൻ വേണ്ടി പോയി, അത് വേറെ കാര്യം. ആറിൻറ്റ് മൈ സ്റ്റുഡൻസ് സ്റ്റഡിയിങ്, എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 6ാം ക്ലാസ്സിലെ ബോയ്സിനോട് ടീച്ചർ പറഞ്ഞു ഗാർഡനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള പൂക്കൾ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിക്കാനും അവിടെ പണിയെടുക്കാനും വേണ്ടിയിട്ട് ബോയ്സിനോട് ടീച്ചർ പറഞ്ഞു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഒരു കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ 6ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്റ്റാഫ് റൂമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, 6ാം ക്ലാസ്സിലെ ബോയ്സ് എല്ലാവരും ഗാർഡനിൽ പണിയെടുക്കുകയല്ലേ. ഇവിടെ ബോയ്സ് എന്ന് വരുമ്പോൾ പ്ലൂരൽ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആറിൻ്റ് ആണ് വരിക. ബോയ്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഫോം ഇല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ആറിൻ്റ് ആണ് വരിക. ആറിൻറ്റ് ദ ബോയ്സ് വർക്കിംഗ്, ബോയ്സ് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഇൻ ദ ഗാർഡൻ, അവർ ഗാർഡനിൽ, ആ ബോയ്സ് ആൺകുട്ടികൾ ഗാർഡനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഐ വരുമ്പോഴും യു വരുമ്പോഴും വി വരുമ്പോഴും ദേ വരുമ്പോഴും പ്ലൂരൽ വരുമ്പോഴും അല്ലേ, ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നീ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആറിൻ്റ് ആണ് വരിക. ഇപ്പോൾ ചിലർ നിങ്ങളോട് പറയും ഐ വരുമ്പോൾ ആർ ഒരിക്കലും വരില്ല എന്ന് നിങ്ങളോട് ചിലപ്പോൾ തർക്കിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് സ്ട്രേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും 6 ആണ് വരിക, ആറിൻ്റ് ആണ് ഉപയോഗിക്കുക. നേരത്തെ ഐ വരുമ്പോൾ ആം ആണ് ഉപയോഗിച്ചതെങ്കിലും ഇവിടെ അല്ലേ എന്ന് ചോദിക്കാൻ ആറിൻ്റ് ആമിൻ്റ് എന്ന് പറയില്ല, ദാറ്റ് ഇസ് റോങ്. ആറിൻ്റ് എന്നാണ് പറയുക, ആറിൻ്റ് ഐ, ആറിൻ്റ് യു, ആറിൻ്റ് ബി. അപ്പോൾ ഈ ഫോം ശ്രദ്ധിച്ചു വെക്കുക, നിങ്ങൾ കൂടുതൽ സെന്റൻസ് ഉണ്ടാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹി, ഷീ, ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഏത് ഫോമാണ് വരുന്നത് എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. നേരത്തെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈസ് ഇവിടെയാണ് വരുന്നത്, IS ഈസ് ഇവിടെയാണ് വന്നത്. ഹി ഈസ് ഗോയിങ്, ഷീ ഈസ് ഗോയിങ്, ഷീ ഈസ് ഈറ്റിംഗ്, ഇറ്റ് ഈസ് സ്ലീപ്പിംഗ് എന്നൊക്കെ പറഞ്ഞത് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈസ് ഇവിടെയാണ് വന്നത്. പിന്നീട് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസിനെ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈസ് ഹി ഗോയിങ്, അവൻ പോയിക്കൊണ്ടിരിക്കുകയാണോ. ഈസ് ഷീ സ്റ്റഡിയിങ്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസിനെ എടുത്തിട്ട് ഇപ്പുറം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസിൻഡ് ആണ് ഉപയോഗിക്കുക. ഈസിൻഡ് എന്ന് പറയുമ്പോൾ ഈസ് പ്ലസ് നോട്ട്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈസിൻഡ്. ഇത് വളരെ സിമ്പിൾ ആണ്, മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടവർക്ക് വളരെ സിമ്പിൾ ആണ്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഫോം എന്താ നിർബന്ധമായിട്ടും ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വിളിക്കുകയാണ്, എടാ ഇങ്ങ് വാ, കുറെ സമയമല്ല, എടാ ഇങ്ങ് വാ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നിട്ട് പറയുകയാണ്, അവൻ എന്തിനാ വിളിക്കുന്നത്, അവൻ പാചകം ചെയ്യുകയല്ലേ. ഈസിൻഡ് ഹി കുക്കിംഗ്, അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ വീട്ടിൽ നിന്നൊന്നും പഠിക്കാതെ വെറും കളിയും രസവും TV കാണലുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് ഒരാൾ വന്നിട്ട് ഉപദേശിക്കുകയാണ്, നിനക്കൊന്ന് ഉപദേശിച്ചൂടെ അവനെ,
നിന്റെ മോനല്ലേ, നിനക്കൊന്ന് ഉപദേശിച്ചുകൂടെ, അവനൊന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞുകൂടെ? അപ്പോൾ നിങ്ങളുടെ അച്ഛൻ പറയുകയാണ്, അവൻ എന്നെ കളിയാക്കുകയല്ലേ. Isn't he mocking me? അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. Isn't he mocking? അവൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. Me, എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. Isn't he mocking me? അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. When I give advice, അതിനെക്കുറിച്ച് നമ്മൾ when വരുമ്പോൾ എന്താണ്, എങ്ങനെയാണ് when ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. When I give advice, അവന് ഞാൻ അഡ്വൈസ് കൊടുക്കും, അവനെ ഞാൻ ഉപദേശിക്കുന്ന സമയം. ചിലപ്പോൾ അച്ഛൻ ഓട്ടോ ഓടിക്കുന്ന അച്ഛനായിരിക്കാം, അച്ഛൻ പഠിച്ചിനോ എന്ന് ചോദിച്ചിട്ട് മക്കൾ കളിയാക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും കളിയാക്കരുത്. മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നമ്മുടെ ജീവിതം ഗുണകരമാവുകയുള്ളൂ. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയോട് ഞാൻ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്നപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ എന്നും അവർ പുറപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ പുറപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, എൻ്റെ ഉമ്മ പറയുകയാണ്, അവൾ കുളിക്കുകയല്ലേ. എൻ്റെ വൈഫിനെ കുറിച്ചിട്ട്, അവൾ കുളിക്കുകയല്ലേ, അവൾ കുളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. Isn't she bathing? അവൾ കുളിക്കുകയല്ലേ. Isn't she bathing? അവൾ കുളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുക, ബാത്തിങ് എന്ന് പറഞ്ഞാൽ കുളിച്ചു കൊണ്ടിരിക്കുക. Isn't she bathing? അവൾ കുളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഡിഗ്രി പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അയൽവാസി വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മയോട് ചോദിക്കുകയാണ്, മോളെ ഇനി കെട്ടിച്ചു വേണ്ടേ, അവൾ ഡിഗ്രി ഒക്കെ പാസ്സായില്ലേ, ഇനി കെട്ടിച്ചു വിടേണ്ടേ അല്ലേ ചെയ്യുക. അന്നേരം നിങ്ങളുടെ അമ്മ പറയുകയാണ്, ഇപ്പോഴേ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ അയൽവാസി ചോദിക്കുകയാണ്, അതെന്തേ? അപ്പോൾ നിങ്ങളുടെ അമ്മ പറയുകയാണ്, അവൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയല്ലേ. Isn't she going to start a business? Isn't she going? അവൾ പോവുകയല്ലേ. To start a business, അവൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോവുകയല്ലേ. നിങ്ങളുടെ വീട്ടിലൊരു ടേബിൾ ഫാന് ആക്രിക്കടക്കാർ വന്നപ്പോൾ നിങ്ങളുടെ അച്ഛൻ പറയുന്നു, അത് കൊടുക്കാം. അമ്മ ചോദിക്കുന്നു, അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയല്ലേ. Isn't it working? ഇറ്റ് വരുമ്പോൾ ആനിമൽസിനെയോ വസ്തുക്കളെയാണ് സൂചിപ്പിക്കുക. ഇറ്റിന്റെ അർത്ഥം ഇതോ അല്ലെങ്കിൽ അത് എന്നാണ് അർത്ഥം. Isn't it working? ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പ്രോപ്പർലി ശരിയായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെന്തിനാണ് ആക്രിക്കടക്കാർക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ അനിയൻ രാമു, അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മ ഒരുപാട് തവണ വിളിച്ചു, രാമു ഇങ്ങ് വാ. അപ്പോൾ നിങ്ങൾ പറയുക, അമ്മനോട് പറയുകയാണ്, രാമു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇനി അവനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവൻ വരൂല. എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. ഇവിടെ രാമു എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, സിംഗുലർ വരുമ്പോൾ ഈസിൻഡ് ആണ് വരുന്നത്. ഈസിൻഡ് രാമു ഡൂയിങ്? അവൻ ചെയ്യുകയല്ലേ. ഹിസ് ഹോംവർക്ക്, ഹിസ് മീൻസ് അവൻ്റെ ഹോംവർക്ക് രാമു ചെയ്യുകയല്ലേ. ഈസിൻഡ് രാമു ഡൂയിങ്? അവൻ ചെയ്യുകയല്ലേ. ഹിസ് ഹോംവർക്ക്, അവൻ്റെ ഹോംവർക്ക് ചെയ്യുകയല്ലേ. രാമു അവൻ്റെ ഹോംവർക്ക് ചെയ്യുകയല്ലേ. ഒരു റൈറ്റിംഗ് മത്സരം നടത്തുന്നു, തെറ്റാതെ ശരിയായ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു മത്സരം നടക്കുമ്പോൾ, അപ്പോൾ ഒരു കനക എന്ന പെൺകുട്ടി എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ആ കനക എന്ന പെൺകുട്ടി എഴുതുന്നത് തെറ്റല്ലേ, എഴുതിക്കൊണ്ടിരിക്കുന്നത് റോങ് അല്ലേ, ഇൻകറക്റ്റ് അല്ലേ എന്നെങ്ങനെ ചോദിക്കും? ശ്രദ്ധിക്കുക, കനക എന്ന പെൺകുട്ടി, കനക എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്. സിംഗുലർ വരുമ്പോൾ ഈസിൻഡ് ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചു. ഈസിൻഡ് കനക റൈറ്റിംഗ്? കനക എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ ഇൻകറക്ട്ലി എന്ന് പറഞ്ഞാൽ കറക്റ്റിന്റെ ഓപ്പോസിറ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയായ വിധത്തിൽ, ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായ വിധത്തിൽ. ഇൻകറക്ട്ലി, തെറ്റായ വിധത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഹി വരുമ്പോഴും ഷീ വരുമ്പോഴും ഇറ്റ് വരുമ്പോഴും സിംഗുലർ വരുമ്പോഴും ഈസിൻഡ് ആണ് വരുന്നത്. ഈസിൻഡ് ഹി, ദെൻ വേർബ് പ്ലസ് ing. അവൻ ഉറങ്ങുകയല്ലേ. ഈസിൻഡ് ഹി സ്ലീപ്പിംഗ്? അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഈസിൻഡ് ഷീ ഡാൻസിങ്? അവൾ ഡാൻസ് കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഈസിൻഡ് ഇറ്റ് സ്ലീപ്പിംഗ്? ഇറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആനിമൽസിനെ കുറിച്ചിട്ടോ ഒരു വസ്തുക്കളെ കുറിച്ചിട്ടാണ് പറയുക. ഈസിൻഡ് ഇറ്റ് വർക്കിംഗ്? ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയാൻ വേണ്ടി പഠിച്ചു. സിംഗുലർ വരുമ്പോൾ ഒരാളെ കുറിച്ചിട്ടാണ്, നേരത്തെ പ്ലൂരൽ വരുമ്പോൾ രണ്ടോ അതിലധികമോ ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ചിട്ട്, രാമു എന്നോ അല്ലെങ്കിൽ ഒരു ബോയ് എന്നൊക്കെ പറയുമ്പോഴാണ് സിംഗുലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫോമും നേരത്തെ നമ്മൾ പഠിച്ച ഐ, വി, യു, ദേ പ്ലൂരൽ വരുമ്പോൾ ഇവിടെ ആറിൻ്റെ ആണ് വരുന്നത്. ആ ഫോമും നിർബന്ധമായും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാലം അതിൻ്റെ ആവശ്യം വരും. ഒരുപാട് ക്ലാസ്സുകളിൽ, ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ ഗ്രാമറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പച്ചവെള്ളം പോലെയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ക്ലാസ് കണ്ടപ്പോൾ തന്നെ
മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഉത്തരം തരും. അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ട്, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.